ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊക്കെ കേക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ ഒരു കേക്ക് ബോർഡ് എന്തായാലും ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മ്യൂസിക് ഒന്നും ഇടാതെ ഞാൻ വീഡിയോയിലൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ ഒരു ഹാഫ് കെ ജി കേക്കിന് ഒരു 8 ഇഞ്ചിൻ്റെ ബോർഡെങ്കിലും വേണം. അപ്പോൾ ഇതുപോലെ ഇതാ ഞാനിത് സ്കെയിലിൽ അളവെടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയിട്ട് അതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ DIY കേക്ക് ബോർഡ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വൈറ്റ് കാർഡ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കേക്ക് ബോർഡ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് ബോർഡൊക്കെ ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു കേക്ക് ബോർഡിൻ്റെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഇതുപോലെ ക്ലിങ് ഫിലിം ഒട്ടിച്ചാലും മതി കേട്ടോ. ഒട്ടിക്കുമ്പോൾ നല്ല വലിച്ച് പിടിച്ച് ഒട്ടിക്കുക കണ്ടില്ലേ. ഇതുപോലുള്ള നമ്മൾ ഓരോ സൈഡ് മടക്കുമ്പോൾ ഇങ്ങനെ ഈ എഡ്ജൊക്കെ പൊന്തി നിൽക്കും. അതൊക്കെ വലിച്ച് പിടിച്ചിട്ട് തന്നെ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനീ പറയുന്ന ടിപ്സൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്കല്ലാട്ടോ ഇത് പറയുന്നത്. ആദ്യമായിട്ട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അതുപോലെ കേക്ക് ഉണ്ടാക്കണമെന്ന് ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ചില സാധനങ്ങളൊക്കെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിച്ചു വരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് ചിലതൊന്നും ആവശ്യമില്ലാത്ത സമയം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ചെറിയ ടിപ്സൊക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് ബോർഡ് ഉണ്ടെങ്കിലും ഓരോ പ്രാവശ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ പുതിയതായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും യൂസ് ചെയ്ത് തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്തുകൂടെയെന്ന്. ചിലതൊക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ ക്രംസൊക്കെ ആയാലും നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ തോന്നാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനും സ്ഥിരമായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇതുപോലുള്ള ബട്ടർ പേപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് ബോർഡിലാണെങ്കിൽ ഒറ്റ ലെയറായിട്ട് കവർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളറിലുള്ള ബോർഡാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് 2 ലെയറായിട്ട് പേപ്പർ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കവർ ചെയ്യുമ്പോൾ ഈ 2 പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഒന്ന് മടക്കിയെടുക്കുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴും ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ എപ്പോഴും ചെയ്യുന്നതും. ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡ് എന്തായാലും ചെയ്ത് നോക്കിക്കോ. എല്ലാത്തിനേക്കാളും എനിക്ക് എളുപ്പം ഇഷ്ടമുള്ളത് ഇത് ചെയ്യാനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് കവർ ചെയ്തെടുക്കാൻ ഈസിയാണ്. എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്തിട്ട് കുറച്ച് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് കീറിപ്പോവില്ലേ എന്ന് ഡൗട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നേരത്തെ ഞാൻ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫോയിൽ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആ ഒരു ക്ലിങ് ഫിലിം കൂടിയും കവർ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി സേഫ് ആവട്ടോ. പുതിയതായിട്ട് ബേക്കിംഗ് ഫീൽഡിലേക്ക് വരുന്ന എല്ലാവർക്കും എന്തായാലും ഇതുപോലുള്ള ടിപ്സൊക്കെ ഉപകാരപ്പെടും. മാത്രമല്ല നമ്മൾ വീട്ടിലിടയ്ക്ക് കേക്ക് ഉണ്ടാക്കി നോക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു ടിപ്സ് എന്തായാലും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കേക്ക് ഐസിങ്ങും ടിപ്സൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.